ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായും ഈ ശുശ്രൂഷയോട് സഹകരിക്കാം. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകയായ ഗ്ലാഡിസ് NC ആണ്. സഹോദരിയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 34:8 അതിപ്രകാരം നമ്മോട് പറയുകയാണ്, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ വലയം ചെയ്യണം. ഓരോ ആരാധനയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ്. റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹത്തെ വാഴ്ത്തിപ്പാടുവാൻ, ഈ സ്നേഹത്തെ ആരാധിക്കുവാൻ, ഈ സ്നേഹമൊന്ന് രുചിച്ചറിയുവാനായിട്ടാണ് ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് കർത്താവ് ഈ രാത്രിയിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3:19-20 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, എൻ്റെ അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ നിരന്തരം അലട്ടുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരുന്നു, ഒരു കാര്യം എനിക്ക് പ്രത്യാശ തരുന്നു, അത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് പ്രത്യാശ തരുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ ധൂർത്തപുത്രനെ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ ഭവനം വിട്ട് പടിയിറങ്ങിയവനാ. ആ സ്നേഹത്തെ അവൻ ഉപേക്ഷിച്ചു പോയവനാ. സ്വന്തം ഇഷ്ടമനുസരിച്ച് ദൂരദേശത്ത് പോയി താമസിച്ച് ഇഷ്ടം പോലെ തൻ്റെ സമ്പത്തും എല്ലാം ദൂർത്തടിച്ച് അവസാനം അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് അവൻ്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകി, അവൻ്റെ ഹൃദയത്തിന് വലിയ സാന്ത്വനം നൽകി. അവനെ പിതാവിൻ്റെ സ്നേഹം വലയം ചെയ്തു. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ സ്നേഹം വലയം ചെയ്യും. തന്നിൽ ആശ്രയിക്കുന്നവരുടെ മേൽ തൻ്റെ സ്നേഹം ഒഴുക്കുന്ന കർത്താവിൻ്റെ വലിയ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിലേക്കൊന്ന് സമർപ്പിക്കുക. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നിനക്ക് കഷ്ടതയോ അലച്ചിലോ വേദനയോ കണ്ണുനീരോ ഉണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, ആ സ്നേഹനിധിയായ ദൈവം അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു, അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ മനുഷ്യർ തള്ളിയാലും, നീ ദൂരദേശത്ത് ആ പിതാവിൻ്റെ സ്നേഹം വിട്ട് ഓടി അകന്നവനാണെങ്കിലും അകന്നകളാണെങ്കിലും, ആ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാ അവൻ്റെ അരികിലേക്ക്. നിന്റെ മൂർധാവിൽ അവൻ ചുംബനം തരും, നിന്നെ സ്നേഹത്തോടെ അവൻ ആലിംഗനം ചെയ്യും. ഈ രാത്രി പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ചൂഴ്ന്നിറങ്ങും. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിൽ അവിടെ നമ്മളെ വലയം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രന്റെ ജീവിതത്തിലേക്ക് പിതാവിൻ്റെ സ്നേഹം കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹം കടന്നു വരും. ആ സ്നേഹത്തിന് മുൻപിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ, നമ്മെക്കുറിച്ച് പദ്ധതിയുള്ളവൻ, നമ്മെ കരുതുന്നവൻ, അതെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഈ രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ശാന്തമായിട്ടൊന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോഴും സമ്പന്നമാകട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും വേദനകളും ഇപ്പോൾ എടുത്തു മാറ്റട്ടെ. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിറയട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് മറ്റൊന്നും വേണ്ട. ഞാൻ ദൂരദേശത്ത് പോയവനാണെങ്കിലും ഇന്ന് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അവിടെ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് ആ സ്നേഹം മാത്രം മതി, എനിക്ക് ആ സ്നേഹം മാത്രം മതി. എന്നെ മുഴുവനും ഞാൻ എന്റെ കർത്താവിന് സമർപ്പിക്കുകയാണ് ഈ രാത്രിയിൽ. എന്റെ ജീവിതത്തെ മുഴുവനും ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നന്നായി ഉയർത്തി, ഹൃദയം ഉയർത്തി കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുക ഈ രാത്രിയിൽ. കർത്താവിന്റെ സ്നേഹത്തിന്റെ മുൻപിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതങ്ങളെ വെച്ചു കൊടുക്കുക. അവിടുന്ന് നിങ്ങളെ ഇപ്പോൾ വലിയ സ്നേഹം കൊണ്ട് നിറയ്ക്കും. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് യേശുവിനെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ മനസ്സിലൊന്ന് കണ്ട് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ എന്നൊന്ന് സ്നേഹത്തോടെ വിളിക്കുക. ഈശോയെ എന്നൊന്ന് വിളിക്കുക. ഈശോയെ എന്നൊന്ന് വിളിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ മുഴുവനും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി സ്തുതിച്ച് ഈ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് ആ സ്നേഹമൊന്ന് അനുഭവിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൊടുക്കാം. ഹല 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 ഹല. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, 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 സ്തോത്രം. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. പ്രാണപ്രിയ ചേർന്ന് പാടി നമുക്ക് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അവിടുത്തെ ആരാധിക്കാം. ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ. എന്റെ സ്നേഹം കരങ്ങൾ അല്പമൊന്ന് ഉയർത്തി, ഹൃദയം ഉയർത്തുന്നതിന്റെ പ്രതീകമായി കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നമ്മെ സമർപ്പിക്കാം. ഈശോയോട് പറയാം, എന്റെ ജീവിതം നിനക്കുള്ളതാണ് കർത്താവേ, മുഴുവനും കൊടുത്തുകൊണ്ട്. ഓ യേശുവേ സ്തോത്രം. നിനക്ക് മാത്രം കർത്താവേ, വേറെ ആർക്കുമില്ല. ഓ എന്റെ യേശുവേ, തള്ളപ്പെട്ട എന്നെ, നമ്മെ ഓരോരുത്തരെയും ഈശോ മടിയിൽ ചേർത്ത് പിടിച്ചു. നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപിനിയായ സ്ത്രീ, അവൾ ലോകത്താൽ വെറുക്കപ്പെട്ടവളായിരുന്നു. എല്ലാവരും അവളെ കല്ലെറിയുവാൻ വേണ്ടി ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഈശോ എന്തുമാത്രം സ്നേഹമാണ് അവളോട് കാണിച്ചത്. ലോകം അവളെ വെറുത്തു, ലോകം അവളെ തള്ളി, അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധി എഴുതി. എന്നാൽ ഈശോ പറഞ്ഞു, മകളെ, നീ സമാധാനത്തിൽ പോയിക്കൊള്ളുക, ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവിന്റെ സ്നേഹം അവളുടെ ഹൃദയത്തിലേക്ക് ചാലുകേറി ഒഴുകിയ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൊടുക്കാം.
ഒരുപക്ഷെ ലോകം നമ്മുടെ ജീവിതത്തെ തള്ളിയതായിരിക്കും. പ്രിയപ്പെട്ടവര് നമ്മളെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ലായിരിക്കും. അവർക്ക് നമ്മെ വലിയ വിലയുള്ള ഒരു വ്യക്തി ആയിരിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ സ്നേഹം അത് നിന്നെ ഈ രാത്രിയിൽ ചേർത്ത് പിടിക്കുകയാണ്. അത് നിന്നെ തന്റെ സ്നേഹം ആരോട് ചേർത്ത് പിടിക്കുകയാണ്. തള്ളപ്പെട്ട, കൊള്ളരുതാത്ത, ലോകത്തിന് മുമ്പിൽ വിലയില്ലാത്ത, വലിയ പഠിപ്പോ പാണ്ഡിത്യമോ ഇല്ലാത്ത എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ഈ രാത്രിയിൽ ഇതാ ഒഴുകി വരുന്നു. ഒന്ന് ചേർന്ന് പാടി നമുക്ക് ആ സ്നേഹത്തെ വീണ്ടും ഒന്ന് ആരാധിക്കാം. എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. ഈശോയുടെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി ചേർക്കുന്ന സ്നേഹം, മകനെ മകളെ എന്ന് വിളിക്കുന്ന സ്നേഹം, എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ ഹൃദയമുയർത്തി നിനക്കുമാത്രം ഒരുമിച്ച് പാടാം. വേറെ ആരും കവരുകില്ല. സ്നേഹം ധ്യാനിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പാടാം. നിനക്കുമാത്രം എന്നെ മുഴുവനും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കുമാത്രം വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കുമാത്രം എന്നെ മുഴുവനും തരുന്നിതാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. കരങ്ങൾ ഉയരട്ടെ, സ്വരമുയരട്ടെ, ശബ്ദമുയരട്ടെ. യേശുവേ എന്ന് വിളിച്ച് ആ സ്നേഹത്തിന്റെ മുൻപിലേക്ക് നമ്മളെ ഒന്ന് കൊടുത്ത്, അതെ, നമ്മെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, ലോകം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ച് മാറോട് ചേർക്കുന്ന ദൈവത്തിന്റെ സ്നേഹമോർത്ത് നമുക്കൊന്ന് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ഹൃദയമുയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഭാഷാവരത്തിൽ കർത്താവിനെ ആരാധിക്കാം പ്രിയപ്പെട്ടവരെ. സ്വരം വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിക്കാം. കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആരാധിക്കാം. യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിമിഷങ്ങളിൽ ഒഴുകട്ടെ. യേശുവിന്റെ സ്നേഹം, അവിടുത്തെ സ്നേഹം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. ഓ പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദുഃഖ വീടുകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ പ്രത്യാശ കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ. പുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ യേശു ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല 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 ഹല. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, അങ്ങാണ് എന്റേതെല്ലാം അങ്ങാണ് കർത്താവേ. എൻ്റെ ധനവും എൻ്റെ മാനവും എനിക്കുള്ളതെല്ലാം അങ്ങാണ്. ഈശോയെ,
ഇനി ഞാൻ അങ്ങയെ വിട്ടു പോവുകയില്ല. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹം വിട്ട് ഞാൻ പോവുകയില്ല. കർത്താവിൻ്റെ ആ പാദത്തെങ്കൽ, ഈശോയുടെ പാദത്തെങ്കൽ ഒന്ന് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ഭാവന കണ്ട് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഒന്ന് കൊടുത്ത്, ഈശോയെ ഇനി നിന്നെ നഷ്ടപ്പെടുത്തി ഞാൻ പോവുകയില്ല. കർത്താവേ, എനിക്ക് നീയാണ്, എന്റെ സർവ്വസ്വവും നീയാണ്. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ. എന്റെ ധനവും മാനമെല്ലാം കണ്ണുകളടച്ച് നിന്റെ ഈശോയെ കണ്ടുകൊണ്ട് മഹിമയ്ക്കായി മാത്രം യേശുവിന് മാത്രമുള്ളതാണ് ഇനി എന്റെ ജീവിതം. സ്നേഹം തേടുകില്ല. ഇനി ഞാൻ ലോക വഴികളിലേക്ക് പോവുകയില്ല. കർത്താവേ, ഞാൻ നിനക്കായി മാത്രം എന്റെ ധനവും മാനമെല്ലാം എന്റെ കർത്താവിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. മഹിമയ്ക്കായി മാത്രം ലോകസ്നേഹം തേടുകില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. കരങ്ങൾ ഉയർത്തി എന്റെ സ്നേഹം നിനക്കു ഈശോയെ കണ്ടുകൊണ്ട് വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത സാഹചര്യങ്ങള്, മുഴുവനും തരും നീ. നമുക്കുള്ളതെല്ലാം കർത്താവിന് കൊടുക്കാം. എന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ കൊടുക്കാം. വേറെ ആരും കവരുകില്ല. യേശു നമ്മെ സ്വന്തമാക്കട്ടെ. ഓ എന്റെ യേശുവേ, നിനക്കു മാത്രം. യേശുവേ. എന്നെ മുഴുവനും തരും നീതാ. അരൂപിയിൽ പാടി ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി തന്നെ, കരങ്ങളൊന്ന് വീശി സാവധാനം അരൂപിയിൽ പാടുക, അരൂപിയോട് ചേരുക. ഈശോയ്ക്ക് കൊടുക്കുക. ഹല്ലേലൂയ, 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 മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഒരു ആരാധനയുടെ ജീവിതമായി മാറട്ടെ. ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം കൊടുത്ത് ഹല്ലേലൂയ, എന്റെ യേശു എനിക്ക് മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ജീവിതം എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. എല്ലാം മറന്നവനെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്നവനെ ആരാധിക്കാം. സ്വർഗം തുറന്ന് അവിടുത്തെ സ്നേഹം, അവിടുത്തെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. ഓ യേശു നമ്മെ ഏറ്റെടുക്കട്ടെ. യേശു നമ്മെ സ്വതന്ത്രരാക്കട്ടെ. യേശു നമ്മെ സ്വതന്ത്രരാക്കട്ടെ. നമ്മുടെ കെട്ടുകൾ അവൻ അഴിക്കട്ടെ. ഓ യേശുവേ, യേശുവേ, നമ്മുടെ കുനിഞ്ഞ ശിരസ്സുകളെ അവൻ നിവർത്തി നിർത്തട്ടെ. ഓ യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരൂപിയില് ഹൃദയത്തിൽ നമുക്ക് അവനെ ആരാധിച്ചു കൊണ്ടിരിക്കാം. ഹൃദയത്തിൽ നമുക്ക് ആരാധിച്ചു കൊണ്ടിരിക്കാം. എൻ്റെ ജീവിതം എൻ്റെ യേശുവിൻ്റെ മുൻപിൽ ഒരു പൂർണ്ണ സമർപ്പണം. എൻ്റെ കർത്താവിൻ്റെ മുമ്പിലുള്ള ആരാധന അതാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ നൽകുന്ന ആ സ്നേഹം, അതിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതത്തെ കൊടുക്കുക. എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ യേശു മാത്രമാണ് എനിക്ക് വേണ്ടത്. അവിടുന്ന് മാത്രമാണ് എനിക്ക് മതിയായവനായിട്ടുള്ളത്. ഈ ലോകം മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും, ഈ ലോകം മുഴുവനും എന്നെ ഉപേക്ഷിച്ചാലും, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന, എന്നെ വിലയുള്ളവനായി വിലയുള്ളവളായി കാണുന്ന എൻ്റെ കർത്താവ്, എൻ്റെ യേശു, അവൻ എനിക്ക് മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ,
അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഓ കർത്താവേ, സങ്കീർത്തകൻ പറയുന്നു, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, ഓ ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ അസ്വസ്ഥതയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന എല്ലാ മേഖലകളെയും നമുക്കിപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മൾ പലപ്പോഴും സുരക്ഷിതത്വം കണ്ടെത്തുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗത്തിലായിരിക്കും, നമ്മുടെ ജോലിയിലായിരിക്കും, നമ്മുടേതായിട്ടുള്ള മറ്റു മേഖലകളിലായിരിക്കും. എന്നാൽ സങ്കീർത്തകൻ പറയുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എന്തെന്നാൽ ഞാൻ സുരക്ഷിതത്വം കണ്ടെത്തുന്നത് എൻ്റെ ദൈവത്തിലാണ്. എൻ്റെ ദൈവമാണ് എനിക്ക് അഭയം നൽകുന്നത്, എൻ്റെ ദൈവമാണ് എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ ശക്തി, എൻ്റെ കോട്ട. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വീണ്ടും യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഓ കർത്താവേ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഞാൻ അങ്ങയെക്കുറിച്ച് ചിന്തിച്ചാണ് വളർന്നു വന്നത്. ദൈവമേ, അങ്ങാണ് എൻ്റെ മുൻപിലുള്ളത്. അതിനാൽ ഈ ലോകത്തിൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഈ ലോകത്തിൽ ഒന്നിനും എന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വീണ്ടും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും യേശുവിന് കൊടുക്കുക. ലാസറിന്റെ കല്ലറയിലെ അടുത്തേക്ക് കടന്നു ചെന്ന യേശു അവിടെ ഒരു വലിയ കല്ല് കണ്ടു. അവർ പറഞ്ഞു, കർത്താവേ, ഈ കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് ആർക്ക് സാധിക്കും? ആ കല്ല് പോലെ ഒരുപക്ഷെ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി അവിടെ തടസ്സമായി നിന്നത് ആ ഒരു കല്ലാണ് അവരുടെ നോട്ടത്തിൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി രാത്രിയിൽ ഇറങ്ങി വരുവാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കല്ലുകളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമുക്ക് കർത്താവിനോട് പറയാം, എനിക്ക് എൻ്റെ ആശ്രയം എൻ്റെ യേശു മാത്രമാണ്. ഞാൻ സുരക്ഷിതത്വം കണ്ടെത്തുന്നത് എൻ്റെ യേശുവിൽ മാത്രമാണ്. ലോകം തരുന്ന ധനത്തിലോ മറ്റൊന്നിലുമല്ല ഞാൻ സുരക്ഷിതത്വം കണ്ടെത്തുന്നത് എൻ്റെ യേശുവിൽ മാത്രമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഉയർന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ജോലി എനിക്ക് കിട്ടിയിട്ടില്ലായിരിക്കും. എങ്കിലും എൻ്റെ ദൈവം എന്നെ ഉയർത്തും. എനിക്കവൻ അന്ന് ഏലിയായ്ക്ക് കാക്കയിലൂടെ ആഹാരം എത്തിച്ചു കൊടുത്തതുപോലെ എൻ്റെ ദൈവം എന്നെ കരുതുന്നവനാണ്. ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് കരുതലുണ്ട്. ബാലനായ ദാവീദ് അവൻ കടന്നു ചെന്നപ്പോൾ ഫിലിസ്ത്യൻ ആ വീരനായ ഗോലിയാത്ത് അവന്റെ മുൻപിലേക്ക് കടന്നു വന്നിട്ട് ദാവീദിനെ വെല്ലുവിളിച്ചു, നീ ഒരു വടിയുമായിട്ട് എന്തിനാണ് എൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത്? നീ എന്നെ തല്ലുവാൻ വേണ്ടിയിട്ടാണോ? നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ പിച്ച് ചീന്തി കാട്ടുമൃഗങ്ങൾക്കും പറവകൾക്കും ആഹാരമായിട്ട് കൊടുക്കും. എന്നാൽ ഇടയ ചെറുക്കനായ ദാവീദ് പറഞ്ഞു, നീ പുച്ഛിച്ച സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ ഇന്ന് നിന്റെ എൻ്റെ കരങ്ങളിൽ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബാലനായ ദാവീദിന്റെ ആ കുറഞ്ഞ കല്ലുകളിലൂടെ ശക്തനായ അതികായനായ ഗോലിയാത്തിനെ വകവരുത്തുവാൻ ദൈവം ഇടയാക്കി. ഇത് ദൈവത്തിന്റെ വീര്യ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ ഒരു ദാവീദായിരിക്കും. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ പല ഗോലിയാത്തുകൾ കടന്നു വന്നിട്ടുണ്ടാവും.
അവയെ തകർക്കുവാനായിട്ട്, യേശുവിന്റെ നാമത്തിൽ അവനെ തകർക്കുവാനായിട്ട് ഇന്ന് നിന്റെ ദൈവം നിനക്ക് ശക്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കരങ്ങൾ അടിച്ച് നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കാം. ഈ ആരാധനയിൽ അവൻ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതു ശക്തി അയക്കും. ഒരു പുതിയ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് അവിടെ നയിക്കും. ഒരു പുതിയ അഭിഷേകം, ലോകത്തെ ജയിക്കുവാനുള്ള ഒരു അഭിഷേകം, സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് തരും. നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്ന് അവിടെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ പാടി കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ, ശക്തിയോടെ, ഉണർവോടെ, അഭിഷേകത്തോടെ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശു. ചലിച്ചുകൊണ്ട് പാടാം. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൂശു മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൂശു മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഇരുവശങ്ങളിലും കരങ്ങളടിക്കാം. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാം. വലിയ ഉണർവോടെ, ഉണർവിന്റെ അഭിഷേകം കർത്താവ് നമുക്ക് നൽകുകയാണ്. വലിയ സന്തോഷത്തിന്റെ അഭിഷേകം കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് കൊടുക്കാം. ഒന്ന് ചലിച്ചുകൊണ്ട്, നിങ്ങളെ തന്നെ ഒന്ന് മറന്നുകൊണ്ട് ഈശോയെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാക്കയെ അയച്ചാഹാരം തരും, ഓ താങ്ക് യു ജീസസ്. ആവശ്യമെല്ലാം നടത്തിത്തരും. നടത്തി തരുന്ന കർത്താവ്, കഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. ലാഭമാക്കുന്ന കർത്താവ്, യേശു അവനെ മതിയായവൻ. കണ്ടുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. കാക്കയെ അയച്ചാഹാരം തരും, പരസ്പരം നോക്കി ആവശ്യമെല്ലാം നടത്തിത്തരും. നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. നമ്മുടെ യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൂശു മതി എനിക്ക്. ഈശോയെ, നിന്റെ സ്നേഹം മതി, യേശു മതി, നിന്റെ കുരിശ് മതി സംഗീതം എനിക്ക്. മതി, നിത്യജീവൻ മതി എനിക്ക്. സന്തോഷത്തോടെ കരങ്ങളടിച്ച് യേശു മതി, സ്നേഹം മതി, ഈശോ മഹത്വപ്പെടട്ടെ. തൂശു മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങളില് നമ്മുടെ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് നമുക്കൊരു കൂട്ടായ്മയില് വലിയ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് നാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തൊന്ന് നോക്കി ഒന്ന് അഭിഷേകത്താൽ നിറഞ്ഞ് ഹല്ലേലൂയ ആരാധിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി നിറയട്ടെ. സമാധാനമുള്ള കരങ്ങളടിച്ച് തരും, കുടുംബത്തെ സമർപ്പിച്ച് രക്ഷതരും. പുതിയ വഴികളെ തുറന്നു തരും. യേശു മതിയായവൻ. കുടുംബത്തിൽ ഓരോ വ്യക്തികളെയും കൊടുത്തുകൊണ്ട് സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും. പുതിയ വഴികളെ തുറന്നു തരും. യേശു മതിയായവൻ. യേശു യേശുമതി. കരങ്ങളുയർത്തി സ്നേഹം മതി, തൂശു മതി എനിക്ക്. അല്പമൊന്ന് ചാടി ആരാധിക്കാം. യേശു മതി, സംഗീതം മതി,
കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് തുറന്നു പിടിച്ച് കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളെ ശാന്തമായിട്ടൊന്ന് കർത്താവിന് സമർപ്പിക്കുക. യേശു മതി, ആ സ്നേഹം മതി എനിക്ക്. ആ വരികൾ മാത്രം ഒന്ന് പാടി പൂർണ്ണമായിട്ട് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ആരാധനയിലൂടെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും നിന്റെ തലമുറകളിലും നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. യേശു മതി. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈശോയുടെ ഹിതം മാത്രം മതി. എന്റെ വഴികളെല്ലാം മാറിപ്പോകട്ടെ. Thank you, my Lord. Thank you, my Jesus. Oh, Yeshua, Almighty Lord. ജീവിതത്തിൽ